ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറുവാണേ. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിൽ നിന്ന് ബാക്കി വരുന്ന തല കൊണ്ട് നമുക്കിന്നൊരു കിടുക്കാച്ചി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആ ചെമ്മീൻ തലയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ തല ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല പോലെ മൊരിഞ്ഞ് കിട്ടണം, നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അതുവരെ ഇങ്ങനെ ഇളക്കിയും തിരിച്ചും നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് ഇടരുത്, അത്യാവശ്യം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഈ തേങ്ങയിലേക്ക് ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരണം. എന്നിട്ട് തേങ്ങേൻ്റെ കളറൊക്കെ നല്ല പോലെ റെഡിഷ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ പരിപാടി ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നീട് ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കിട്ടണം. ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ചെമ്മീൻ ഒന്നെങ്കിൽ ഒരു മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുകയോ ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു റെസിപ്പിയാണ്. ചെമ്മീൻ വാങ്ങുമ്പോൾ ബാക്കി വരുന്ന തല ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ട്രസ്റ്റ് മീ, എൻ്റെ അമ്മ ഏത് ഗസ്റ്റ് വന്നാലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. മീൻ ഒട്ടും കഴിക്കാത്ത ഞാൻ പോലും ഇത് കഴിക്കാറുണ്ട് കേട്ടോ. ചെമ്മീൻ കഴിക്കാറില്ല, ഇതിൻ്റെ തേങ്ങേൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.